ഹലോ ഗൈസ്, അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. നമ്മൾ കുറച്ച് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രൈഡ്സിന് വേണ്ടി കുറച്ച് പുതിയ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മേക്കപ്പിൻ്റെ കുറേ ഐറ്റംസ് തീർന്നിരിക്കുമായിരുന്നു. സീസണൊക്കെ കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പോൾ കുറേ ഐറ്റംസ് തീർന്നിരിക്കുമായിരുന്നു. അതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പുതിയ കുറച്ച് ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ ബ്രൈഡ്സിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു വന്ന പുതിയ കുറച്ച് ഐറ്റംസ് അല്ലേ, ആദ്യം തന്നെ എൻ്റെ ഫേസിൽ തന്നെ അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വ്ലോഗ് എടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു ബ്രൈഡൽ ലുക്ക് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ചെറിയൊരു മേക്ക് ഓവർ, ചെറുതായിട്ട് ഒരു മേക്കപ്പ് ലുക്ക്, അതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റാണ് ഇതൊക്കെ. ഇത് ഞാൻ ഇന്നലെ കുറച്ച് പോയി പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റുകളാണ്. കുറേയൊക്കെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. പിന്നെ കുറച്ച് പുതിയ ഐറ്റംസും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ് ഫിനിഷിൻ്റെയാണ് കുറച്ച് പുതിയ ഐറ്റംസ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റുകളൊക്കെ എൻ്റെ ഫേസിലിട്ട് നോക്കാം. ഓക്കെ, നന്നായിട്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ കൈ വെച്ച് തന്നെയാണ് നന്നായിട്ട് ഫേസിൽ ബ്ലെൻഡ് ചെയ്യുന്നത്. ഏത് സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാം. ഇത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മൾ ഫേസിൽ. പിന്നെ കുറച്ച് പ്രൈമർ. നമ്മളോട് ചിലർ ചോദിക്കുവേ, ചേച്ചി 2000 രൂപയ്ക്ക് ചെയ്ത് തരാൻ പറ്റുമോ, ചേച്ചി 1000 രൂപയ്ക്ക് ചെയ്ത് തരാൻ പറ്റുമോ ചേച്ചി നമ്മളോട് ചോദിക്കും. നമുക്കത് ചെയ്ത് കൊടുക്കാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ നമ്മുടെ മേക്കപ്പിൻ്റെ പ്രൊഡക്റ്റിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ നമുക്കത് താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പലരോടും പറയുന്നത് നമുക്കത് പറ്റത്തില്ല എന്ന്. നമ്മൾ അതുകൊണ്ടാണ് പലരോടും പറയുന്നത്. അല്ലാതെ നമുക്ക് ആ പൈസക്ക് ചെയ്തു തന്നെ ബുദ്ധിമുട്ടുണ്ടായിട്ടോ അങ്ങനെ ഒന്നുമല്ല. നിങ്ങൾ തന്നെ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനൊക്കെ എത്ര രൂപയൊക്കെ വരുമെന്ന്. നിങ്ങൾക്ക് തന്നെ ചോദിച്ചാലും ഒക്കെ, ഗൂഗിളാണെങ്കിലും ഇപ്പം നൈക്ക, പർപ്പിള്, അങ്ങനെയുള്ള എല്ലാ ഓൺലൈൻ വെബ്സൈറ്റിൽ കയറിയാലും നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ വില അറിയാൻ പറ്റും. നമ്മൾ അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് നമുക്ക് ആ റേറ്റിൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന്. ഞാൻ യൂസ് ചെയ്യുന്ന മൊത്തം ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്, അതുകൊണ്ടാണ്. ഞാൻ കുറച്ച് പ്രൈമറും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഐ മേക്കപ്പാണ് ചെയ്യുന്നത്. ഐ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫേസിലേക്ക് പോകാം. അതാണ് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ. ഞാൻ പുതിയ ഒരു ഐ ഷാഡോ പാലറ്റ് വാങ്ങിച്ചു. അതിൽ തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ അടിയിൽ കുറച്ച് ഡാർക്ക് സർക്കിൾ ഉണ്ട്. അപ്പം ജസ്റ്റ് ഞാനത് ഒന്ന് ഹൈഡ് ചെയ്യാനായിട്ട്, ഒത്തിരി ഇല്ല എങ്കിലും ചെറുതായിട്ട് കണ്ടോ, രണ്ട് സൈഡിലും ഡിഫറൻസ്. ഞാനിപ്പോൾ കൺസീൽ ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഞാൻ കൺസീൽ ചെയ്യുന്നില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ മാത്രമായിട്ട് എടുക്കുന്നതല്ല. അപ്പം ഞാൻ ഒത്തിരി അങ്ങോട്ട് പ്രൊഡക്റ്റ് അങ്ങോട്ട് കൺസീൽ ചെയ്യുന്നില്ല. ജസ്റ്റ് ഞാൻ എൻ്റെ ആ ബ്ലാക്ക് കണ്ണിൻ്റെ അടിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ കണ്ണിൻ്റെ നോക്കിയാൽ മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് ഞാൻ നന്നായിട്ട് കൺസീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തേക്കും കൂടെ കൺസീൽ ചെയ്യാം. ഓറഞ്ച് കൺസീലർ ആയിരിക്കും ബെറ്റർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഞാനും പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. കണ്ടോ, ആ ഓറഞ്ച് കൺസീലർ വരുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് ആ ബ്ലാക്ക് നന്നായിട്ട് ഹൈഡാവും. കണ്ടോ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കൺസീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ കണ്ണിൻ്റെ ശരി താഴേക്ക് പോയി നന്നായിട്ട് കൺസീൽ ചെയ്ത് ഇപ്പം എൻ്റെ ആ ബ്ലാക്ക് കളറൊക്കെ അങ്ങ് പോയി നന്നായിട്ട് ഹൈഡായിട്ടുണ്ട്. ജസ്റ്റ് എൻ്റെ ഷെയ്ഡിന് എൻ്റെ ഫേസിൽ ചെയ്യുമ്പോൾ എനിക്ക് ഈ ബ്രഷിനേക്കാൾ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ കൈയാണ്. എൻ്റെ കൈ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് ചെയ്യുന്നത്.
ഫുൾ കവറായിട്ടുണ്ട്. ഇനി നമുക്ക് ഐ ഷാഡോ ഇടാം. ശരിക്കും പറഞ്ഞാൽ ഐ മേക്കപ്പ് കഴിഞ്ഞ എൻ്റെ ഒരു ദിവസം പറയുകയാണെങ്കിൽ ഐ മേക്കപ്പ് കഴിഞ്ഞ പിന്നെ നമ്മുടെ പകുതി മേക്കപ്പ് കഴിഞ്ഞെന്നാണ് എൻ്റെ ഒരു ഇതിൽ എനിക്ക്. ഐ ഷാഡോ സെറ്റ് ചെയ്യാം. ഒരിക്കലും ത്രെഡ് ചെയ്തിട്ടില്ല, അതിൻ്റെ ഒരു കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമായിരിക്കും. ഷൂട്ട് ചെയ്യുമെന്നൊന്നും അങ്ങനെ വിചാരിച്ചിരുന്നില്ല, അതുകൊണ്ടാണ് ഒരിക്കലും ത്രെഡ് ചെയ്യാതെ ഇരുന്നത്. ഞാൻ ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്തേക്കുന്നത്, ഹെവി ലുക്കിലേക്കൊന്നും പോയില്ല. വളരെ സിമ്പിളായിട്ട് ഒരു കുഞ്ഞായിട്ടേക്കും ജെല്ലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ലാഷസ് വയ്ക്കാം. നിങ്ങൾ നോക്കിയാൽ ലാഷസ് വന്നപ്പോൾ തന്നെയുള്ള ഒരു ഡിഫറൻസ് കണ്ണിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കാം നമുക്ക് അല്ലേ. ജസ്റ്റ് ഒന്ന് സ്മജ് ചെയ്ത് വിടുക. ഇനി നമുക്ക് താഴെയും കൂടെ എഴുതി കൊടുക്കാം. എൻ്റെ ഐ മേക്കപ്പ് ഫുൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഐ മേക്കപ്പിൻ്റെ ലുക്ക്. ഞാനിപ്പോൾ എൻ്റെ ഷേപ്പിന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക. ഫേസിൻ്റെ മേക്കപ്പ് ഞാൻ തുടങ്ങി. ഐബ്രോസും ഞാൻ ജസ്റ്റ് ഒന്ന് ഫില്ലൊക്കെ ചെയ്തു. ഇനി ഒന്ന് കോണ്ടൂർ ചെയ്യാം നമുക്ക്. അപ്പം നമുക്ക് കുറച്ച് ഫൗണ്ടേഷൻ ഫേസിലിടാം. ഞാൻ നാഴ്സിൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. നല്ല കവറേജാണ്. ഫൗണ്ടേഷനൊക്കെ ഇട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കഴുത്തിലേക്ക് കുറച്ച് ഇടുന്നുള്ളൂ. ഞാനിത് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാനിത് മൊത്തം കഴുകിക്കളയാലോ. അപ്പം ഞാൻ കഴുത്തിലേക്കൊന്നും ഒത്തിരി യൂസ് ചെയ്യുന്നില്ല. ഇനി ജസ്റ്റ് ഒന്ന് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുള്ളൂ. ശരി, ഹൈലൈറ്റർ കൂടെ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ലിക്വിഡായിട്ടുള്ള ഒട്ടുമിക്ക സംഭവങ്ങളും കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പൗഡർ ഇട്ട് സെറ്റ് ചെയ്യാം. എൻ്റെ സ്കിന്നിൽ കുറച്ച് ഡ്രൈ ആണ്, അതുകൊണ്ട് എനിക്ക് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഒത്തിരി പൗഡർ അങ്ങോട്ട് യൂസ് ചെയ്യാറില്ല. എൻ്റെ സ്കിന്ന് കുറച്ച് ഡ്രൈ അതുകൊണ്ട് ഇങ്ങനെയാണ് ബ്രഷ് ഇട്ട് കൊട്ടും. എങ്ങനെയുണ്ട്? റെഡ് കളർ ലിപ്സ്റ്റിക്ക് ചൂസ് ചെയ്തേക്കുന്നത്. ഒരു പൊട്ട് കുത്താം, സ്പ്രേ ചെയ്യട്ടെ. അപ്പോൾ എൻ്റെ ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒരു കമ്മലും കൂടി ഇടണം. കമ്മൽ എനിക്ക് എൻ്റെ ഒരു കസ്റ്റമർ എനിക്ക് ഗിഫ്റ്റ് തന്നത്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ഹെയർ ഒന്നും അത്ര സെറ്റപ്പായിട്ട് കിട്ടിയില്ല. ഞാൻ ഫേസ് ആണെന്ന് മൊത്തം ഫോക്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇവിടെ കഴിഞ്ഞു. ഇനി അപ്പോൾ നമുക്ക് നാളെ കാണാം. അത് കുക്കിംഗ് ആണോ മേക്കപ്പിൻ്റെ വീഡിയോ ആണോ ഒന്നും അറിയത്തില്ല. അപ്പോൾ നാളെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ടാറ്റാ.